പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിൽ നിന്നും ഏവർക്കും കൃപയും കാരുണ്യവും സമാധാനവും നേരുന്നു. അകലങ്ങളിലിരുന്നു കൊണ്ട് മനസ്സുകൊണ്ട് കൂടുകൂട്ടി അധ്യയന കാലത്തെ ആനന്ദമാക്കുന്ന ഈ കാലഘട്ടത്തിൽ കോവിഡ് വഴി സംജാതമായ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ സൺഡേ സ്കൂൾ പഠനവും അനുബന്ധ പ്രവർത്തനങ്ങളും പരമാവധി മികവുറ്റതാക്കാൻ ബഹുമാനപ്പെട്ട വികാരി അച്ഛനും സിസ്റ്റേഴ്സും ഹെഡ്മാസ്റ്ററെയും അധ്യാപകരുടെയും നേതൃത്വത്തിലുള്ള കൂട്ടായ്മയ്ക്ക് കഴിയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തികച്ചും വ്യത്യസ്തവും കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾക്ക് അനുരൂപവുമായ വിധത്തിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജന്മതിരുനാളിൻ്റെ പ്രാധാന്യത്തെ മുൻനിർത്തി കുഞ്ഞുങ്ങളിലെ സാംസ്കാരിക മേഖലയിലുള്ള വളർച്ചയെ ലക്ഷ്യം വെച്ച് ഒരു വാർഷികാഘോഷം സംഘടിപ്പിക്കുവാനും ഓൺലൈൻ സംവിധാനത്തിലൂടെ അത് പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിക്കുവാനും കഴിഞ്ഞു എന്നത് ഏറെ അഭിമാനകരമായി തോന്നുകയാണ്. ഈ അവസരത്തിൽ ഇതിനു പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്മരിച്ചുകൊണ്ട് ഈ വാർഷികാഘോഷ പരിപാടി ഹൃദയപൂർവ്വം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. നല്ല ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന ഈ നല്ല നിമിഷങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവിടുത്തെ കരങ്ങളിൽ സർവവും സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥനകളോടെ നമുക്ക് ആരംഭിക്കാം. പ്രാർത്ഥനാഗാനം നയിച്ചത് മരിയ തെരേസ്, ഹെസ്റ്റിയ ജിബു, ക്രിസ്റ്റിയ ജിബു, അന്ന തെരേസ്. അടുത്തതായി സൺഡേ സ്കൂൾ വാർഷികാഘോഷ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുന്നതിനായി നമ്മുടെ ഹെഡ് മാസ്റ്റർ ശ്രീ ജോളി സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട വികാരിയച്ച സിസ്റ്റർമാരെ, മാതാധ്യാപകരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ മാതാവിൻ്റെ ജന്മതിരുനാൾ ഇന്ന് സെപ്റ്റംബർ 8 നമ്മൾ ആഘോഷിക്കുകയാണ്. ഇതിനോടൊപ്പം നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ വാർഷികവും നടത്തുന്നു. ഈ ഔദ്യോഗിക ചടങ്ങുകളുടെ കൂട്ടത്തിൽ നമ്മുടെ മക്കളുടെ കലാപരിപാടികളും ഒരുക്കുന്ന ഈ സമ്മേളനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുമ്പോൾ ഏതാനും ചില ചിന്തകൾ എല്ലാവരുടെയും മുമ്പിൽ വയ്ക്കുകയാണ്. 50 കൊല്ലം മുമ്പ് ഒരാളുടെയും സങ്കല്പത്തിൽ പോലും ഇല്ലാതിരുന്ന വിധത്തിൽ വളർച്ച നേടിയ ഒരു മേഖലയാണ് കമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രി. അതല്ലെങ്കിൽ വാർത്താവിതരണ രംഗവും മാധ്യമ രംഗവും വിനോദ പരിപാടികളും വിവര സാങ്കേതിക വിദ്യയും. കത്തുകൾ, പത്രങ്ങൾ, റേഡിയോ, ടെലഫോൺ, പുസ്തകങ്ങൾ, സിനിമകൾ എന്നീ ഉപാധികളിൽ നിന്നും നമ്മളിന്ന് സ്മാർട്ട് ഫോണിൻ്റെ അടുത്ത് എത്തി നിൽക്കുന്നു എന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ മഹാമാരിയോടെ അത് ജീവിതത്തിൻ്റെ അനിവാര്യ ഘടകമായി മാറി. ഈ ഒരു സംഗതി നമ്മുടെ കയ്യിൽ എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടുന്നു എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. അറിവ് പകർന്നു തരുന്ന ഒരു ഉപാധി എന്ന നിലയിൽ മാത്രമല്ല, അതിൽ വിനോദത്തിൻ്റെ പരിധിയില്ലാത്ത മേഖലകളും ഉണ്ട്. ഈ മേഖല എത്രയും അച്ചടക്കത്തോടെയും ശ്രദ്ധയോടെയും കൈകാര്യം ചെയ്യേണ്ടതാണ്. കൗമാരക്കാരായ പലരും ചതിക്കുഴികളിൽ വീഴുന്നതും ഉന്മാദത്തോളം എത്തുന്ന വിനോദ പരിപാടികളിലും ചലഞ്ചുകളിലും പെട്ടുപോകുന്നതും കാണാതിരിക്കരുത്.
ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് സ്വയം അച്ചടക്കത്തിൽ ജീവിക്കുക എന്നുള്ളത് മാത്രമാണ്. സ്വയം അച്ചടക്കം എന്നുള്ളത് ദൈവത്തോട് ഉള്ള സ്നേഹത്തിലും ബഹുമാനത്തിലും ആരാധനയിലും കൂടി രൂപപ്പെടുത്തിയെടുക്കേണ്ടതാണ്. കാരണം ദൈവത്തിൻ്റെ ആത്മാംശത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് ദൈവത്തോട് സ്നേഹവും ആരാധനയും ഉണ്ടെങ്കിൽ മാത്രമേ സ്വയവും സഹജീവികളോടും സ്നേഹവും ബഹുമാനവും കരുണയും സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്നതിന് ഒരു ഉദാത്ത മാതൃകയാണ് പരിശുദ്ധ മാതാവ്. എളിമയിലും അനുസരണത്തിലും ക്ഷമയിലും സഹനത്തിലും ലാളിത്യത്തിലും സർവോപരി വിശുദ്ധിയിലും ആയിരുന്നു ആ ജീവിതം. പരിശുദ്ധ മാതാവ് നമ്മുടെ മാതൃകയും പ്രചോദനവുമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വാർഷിക സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായി ബഹുമാനപ്പെട്ട വികാരിയച്ഛനെ ക്ഷണിച്ചുകൊണ്ട് എല്ലാവരെയും സ്നേഹപുരസ്സരം സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സാർ. നമ്മുടെ സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഇടവക വികാരി ബഹുമാനപ്പെട്ട ഫാദർ ബോബി പൂവത്തിങ്കൽ അച്ഛനാണ് ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത്. ബഹുമാനപ്പെട്ട ബോബി അച്ഛനെ അധ്യക്ഷ പ്രസംഗത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, മതാധ്യാപകരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഇന്ന് സെപ്റ്റംബർ 8-ാം തീയതി പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. ഒത്തിരി സ്നേഹത്തോടുകൂടി ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് നേരുകയാണ്. നമുക്ക് നമ്മുടെ വീടുകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. നമ്മുടെ വീടുകളിലെ ഏറ്റവും നിറം കുറഞ്ഞ ആഘോഷങ്ങൾ ഏതായിരിക്കും? പലപ്പോഴും നമ്മുടെ അമ്മമാരുടെ പിറന്നാളായിരിക്കും. നമ്മളത് അത്ര കാര്യമാത്രമായിട്ട് നമ്മളത് ആഘോഷിക്കാറില്ല, അല്ലെങ്കിൽ പലപ്പോഴും നമ്മളത് ഓർക്കാറ് പോലുമില്ല എന്നുള്ളതാണ് സത്യം. എങ്കിലും അമ്മമാർ നമ്മളോട് ഒരു പരിഭവം പോലും പറയാറില്ല. അവര് സാധാരണ പോലെ തന്നെ അതിരാവിലെ എഴുന്നേറ്റ് കുരിശൊക്കെ വരച്ച് അടുക്കളയിലേക്ക് പ്രവേശിച്ച് ദൈനംദിന ജീവിതത്തിലേക്ക് അവര് പ്രവേശിക്കുകയാണ്. അമ്മമാര് മക്കളോട് ഒരിക്കലും ഇതിനെക്കുറിച്ച് ഒരു പരിഭവമോ സങ്കടമോ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കില്ല. മറിച്ച് എപ്പോഴും മക്കള് നല്ല രീതിയിൽ ദൈവോന്മുഖരായി ജീവിക്കണം എന്നൊരാഗ്രഹം മാത്രമേ നമ്മുടെ എല്ലാ അമ്മമാർക്കും ഉള്ളൂ. അപ്പം അതുപോലെ ഒരു സ്വർഗീയ അമ്മയെയാണ് ഈശോ നമുക്ക് പ്രദാനം ചെയ്തത്. കാൽവരിയുടെ വിരിമാറിൽ നിന്ന് ഈശോ മരണത്തോട് മല്ലടിക്കുന്ന ഏറ്റവും അവസാന നിമിഷങ്ങളിൽ ഈശോയുടെ ഏറ്റവും വലിയ ആശങ്ക തൻ്റെ അമ്മയെ ആരെ ഭരമേൽപ്പിക്കുമെന്നുള്ളതാണ്. ഈശോയ്ക്ക് വേറെ സഹോദരന്മാരോ സഹോദരിമാരോ ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അത്തരത്തിലുള്ളൊരു ആശങ്ക ഈശോയ്ക്ക് അവിടെ ഉണ്ടാകുമായിരുന്നില്ല. വചനം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക, ഈശോ സ്നേഹിച്ച ശിഷ്യൻ കുരിശിന്റെ ചാരത്തുണ്ടായിരുന്നു എന്നാണ്. ഈശോ താൻ ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യനോട്, യോഹന്നാനോട് ഇപ്രകാരം അരുളി ചെയ്തു, ഇതാ നിന്റെ അമ്മ. ആ നിമിഷം മുതൽ യോഹന്നാൻ പരിശുദ്ധ അമ്മയെ സ്വഭവനത്തിൽ സ്വീകരിച്ചു എന്നാണ് വചനം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. ആരാണ് ഈശോ സ്നേഹിച്ച ശിഷ്യൻ? അത് ഞാനും നിങ്ങൾ ഓരോരുത്തരുമാണ്. ഈശോ ഇന്നും നമ്മളോട് പറയുന്ന ഒരു വചനം ഇത് തന്നെയാണ്, ഇതാ നിന്റെ അമ്മ. കാൽവരിയുടെ വിരിമാറിൽ നിന്ന്, കുരിശിൽ നിന്ന് ഈശോ നൽകിയ ഏറ്റവും അവസാനത്തെ സന്ദേശമാണ്, ഇതാ നിന്റെ അമ്മ. യോഹന്നാൻ ശ്ലീഹ പരിശുദ്ധ അമ്മയെ സ്വഭവനത്തിൽ സ്വീകരിച്ചതുപോലെ നമുക്കും അമ്മയെ നമ്മുടെ സ്വഭവനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ അടിയുറച്ച് മുന്നേറാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. അമ്മ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിശ്വാസ ജീവിതത്തിൽ വളരുവാനും നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ പഠനത്തിൻ്റെതായ മേഖലകളിലും കുടുംബത്തിലും എല്ലാം ഏറ്റവും നന്മയിൽ വളരുവാനുള്ള കൃപ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അതനുസരിച്ച് തമ്പുരാനോട് ചേർന്ന് വളരാനൊക്കെയായിട്ട് പ്രത്യേകമായിട്ട് ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് പരിശ്രമിക്കാം. ഏകദേശം 2 വർഷത്തോളമായി നമ്മൾ നമ്മുടെ മതബോധനം ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റിയിട്ട് ഇത് ഏറ്റവും ഭംഗിയായിട്ട് ക്രമീകരിക്കുന്ന നമ്മുടെ എല്ലാ മതാധ്യാപകരെയും ഒത്തിരി സ്നേഹത്തോടെ അനുമോദിക്കുന്നു. ഇന്ന് പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന്റെ അന്ന് തന്നെയാണ് നമ്മുടെ ഇടവക ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുക. ഈ ഒരു അവസരത്തില് മതബോധനത്തിന്റെ വാർഷികം കൂടി ആചരിക്കുവാൻ വേണ്ടി നമ്മൾ തീരുമാനമെടുക്കുകയായിരുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മതബോധനത്തിന്റെ പ്രധാന അധ്യാപകനായ സ്നേഹം നിറഞ്ഞ ജോളി സാറും ഒപ്പം എല്ലാ മതാധ്യാപകരെയും ഞാൻ ഈ നിമിഷം അനുമോദിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അണിയറ പ്രവർത്തകരെയും ഞാൻ അനുമോദിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു കലാവിരുന്ന് ഞാൻ ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. താങ്ക് യു ഫാദർ. അങ്ങയുടെ വിലയേറിയ വാക്കുകൾക്കും പ്രാർത്ഥനകൾക്കും ആശീർവാദത്തിനും നന്ദി. അടുത്തതായി നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ കഴിഞ്ഞ വർഷത്തിലെ
പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി സൺഡേ സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി മഞ്ജു ജോണിയെ ക്ഷണിക്കുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ 2020 ഒക്ടോബർ 3 പുറത്തിറക്കിയ ചാക്രിക ലേഖനമായ ഫ്രെത്തേലി തൂത്തി സർവരും സഹോദരർ എന്നൊരു തലക്കെട്ട്. ഈ പൊതുഗ്രഹത്തിൽ ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന സഹോദരരാണ് മനുഷ്യരെല്ലാവരും എന്ന ബോധ്യമാണ് മനുഷ്യഹൃദയങ്ങളിൽ ഉണ്ടാകേണ്ടത്. സെൻറ് മേരീസ് സൺഡേ സ്കൂൾ കൽക്കുണ്ട് 2020-2021 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന വിശുദ്ധ വചനത്തെ ആപ്തമാക്കി സ്വീകരിച്ചുകൊണ്ട് ദേവാലയത്തിൽ പോകുവാനോ നേരിട്ട് വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെടാനോ സാധിക്കാത്ത ഈ സാഹചര്യത്തിൽ 2020 ജൂലൈ 12 ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ ജോളി സാറിൻ്റെ നേതൃത്വത്തിൽ ടീച്ചേഴ്സിൻ്റെ പങ്കാളിത്തത്തോടെ വിശ്വാസ പരിശീലനം ഓൺലൈൻ ക്ലാസ് ആരംഭിച്ചു. നമ്മുടെ ഇടവകയിൽ പുതിയതായി ചാർജ് എടുത്ത ബഹുമാനപ്പെട്ട ഫാദർ ബോബി പൂവത്തുങ്കലിന് ഇടവക ജനങ്ങൾ ഹാർദവമായ സ്വീകരണം നൽകി. ജൂലൈ 12 രണ്ടാമത്തെ വിശുദ്ധ കുർബാനയിൽ ഈ കോവിഡ് കാലത്തെ ഓൺലൈൻ വിശ്വാസ പരിശീലനം നവമായ ചൈതന്യത്തോടും ഉണർവോടും കൂടി പ്രവർത്തിക്കുവാൻ ഈ പുതിയ അധ്യയന വർഷം ഏറ്റവും ദൈവാനുഗ്രഹപ്രദമാകുവാൻ ആവശ്യമായ ദൈവകൃപയ്ക്കായി ദിവ്യബലിയിൽ വികാരിയച്ഛൻ പ്രാർത്ഥിച്ചു. ഈ കോവിഡ് കാലഘട്ടത്തിൽ ഓൺലൈൻ ക്ലാസ്സിലൂടെ വിശ്വാസ പരിശീലനത്തിൽ നമ്മുടെ കുട്ടികൾ ചെയ്ത പ്രവർത്തികൾ വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും സഹകരണ മനോഭാവം കൊണ്ട് 2020-2021 ഓൺലൈൻ ക്ലാസിൻ്റെ വിജയം മാതാവിൻ്റെ ജനന തിരുനാളിനോടനുബന്ധിച്ചുള്ള വിശുദ്ധ കുർബാന വാർഡ് അടിസ്ഥാനത്തിൽ ദേവാലയത്തിൽ വെച്ച് നടന്നു. ഒക്ടോബർ മാസത്തിൽ നടന്ന അർദ്ധവാർഷിക മതബോധന പരീക്ഷയിൽ എല്ലാ കുട്ടികളും ഭവനങ്ങളിലിരുന്ന് പരീക്ഷ എഴുതുകയും നല്ല വിജയം കരസ്ഥമാക്കുകയും ചെയ്തു. ഒക്ടോബർ മാസത്തിൽ ജപമാല ഭക്തിയിൽ കുഞ്ഞുങ്ങളെ തീക്ഷ്ണമായി വളർത്തുന്നതിനും പരിശുദ്ധ മാതാവിനോടുള്ള സ്നേഹവും ആദരവും വർദ്ധിപ്പിക്കുന്നതിനുമായി കുട്ടികളും മാതാപിതാക്കളും അധ്യാപകരും ചെയിൻ റോസറിയായി മാതാവിന് സമർപ്പിച്ചു. കുഞ്ഞുങ്ങൾക്ക് മിഷൻ ലീഗിൻ്റെ ആഭിമുഖ്യത്തിൽ മേഖലാടിസ്ഥാനത്തിൽ മാതാവിൻ്റെ രൂപം അലങ്കരിച്ചുകൊണ്ടുള്ള മത്സരത്തിൽ നമ്മുടെ ഇടവകയിലെ അന്ന തെരസ ബോബി സെക്കൻഡ് പ്രൈസ് കരസ്ഥമാക്കി. ഈ മത്സരത്തിൽ ഹെസ്റ്റിയ ജിബു, എലിസബത്ത് ഷൈൻ എന്നീ കുഞ്ഞുങ്ങളും പങ്കെടുത്തു. സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയായിട്ടുള്ള ഡിസംബർ മാസത്തിൽ മിഷൻ ലീഗിൻ്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് വിചിന്തനങ്ങൾ എന്ന പരിപാടിയിൽ നമ്മുടെ ഇടവകയിൽ നിന്ന് മരിയറ്റ് ജോണി പങ്കെടുത്തു. തിരുപ്പിറവിയോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ്റെയും കമ്മിറ്റിക്കാരുടെയും നേതൃത്വത്തിൽ KCYM മിഷൻ ലീഗ് അംഗങ്ങൾ കരോൾ നടത്തി. പാതിരാ കുർബാനയോടുകൂടി ക്രിസ്മസ് ആഘോഷം ആരംഭിക്കുകയും ക്രിസ്മസ് സന്ദേശം ഇടവക ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തു. HCC പരീക്ഷയിൽ നമ്മുടെ ഇടവകയിൽ നിന്ന് എല്ലാ വിദ്യാർത്ഥികളും പരീക്ഷ എഴുതുകയും വിജയിക്കുകയും ചെയ്തു. സൺഡേ സ്കൂൾ വാർഷിക പരീക്ഷ മാർച്ച് മാസത്തിൽ നടന്നു. എല്ലാ കുട്ടികളും പരീക്ഷയിൽ വിജയിച്ചു. 10ാം ക്ലാസ്സിലെ വിശ്വാസ പരിശീലനത്തിൽ ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങിയ ഫെലിക്സ് തെങ്ങമൂട്ടിൽ ഫാദർ അലക്സാണ്ടർ കുന്നത്ത് സ്കോളർഷിപ്പിന് അർഹനായി. കോവിഡിൻ്റെ രൂക്ഷമായ വ്യാപനത്തിൻ്റെ ഫലമായി 2020 ഈശോയുടെ പീഡാനുഭവത്തിൻ്റെയും ഉയർപ്പ് തിരുനാളിൻ്റെയും തിരുക്കർമ്മങ്ങൾ നമുക്ക് ദേവാലയത്തിൽ വെച്ച് നടത്തുവാൻ സാധിച്ചില്ല. ഭവനങ്ങളിലിരുന്ന് വിശ്വാസികളായ നമ്മൾ ഓൺലൈൻ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ടു. കുടുംബമാണ് വിശ്വാസത്തിൻ്റെ പ്രാഥമിക വിശ്വാസ പരിശീലന കളരി. മാതാപിതാക്കളാണ് ഒരു ശിശുവിൻ്റെ അടിസ്ഥാന പരിശീലകർ. കുടുംബമാകുന്ന ദേവാലയത്തിൻ്റെ മഹനീയതയെ തിരിച്ചറിഞ്ഞുകൊണ്ട് കൂടുതൽ ജാഗ്രതയോടെ വിശുദ്ധ പൗലോസ്ലിഹായെ പോലെ ക്രിസ്തു രൂപപ്പെടാനുള്ള ഈറ്റുനോവോടുകൂടി ഈ കൊറോണ കാലത്ത് വിശ്വാസ പരിശീലനത്തിൻ്റെ പുതിയ മേച്ചിൽപ്പുറങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. നമുക്കൊരു പിതാവുണ്ട്, നാം അനാഥരല്ല എന്ന പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ വാക്കുകൾ നമുക്ക് ഓർക്കാം. ഈ കോവിഡ് കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ മതബോധനത്തിൻ്റെ കാതൽ കരുണയാണ്. ആ കരുണ നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ഇവിടെ അവസാനിക്കുന്നു. നന്ദി എന്ന മതബോധന സെക്രട്ടറി മഞ്ജു ജോണി. താങ്ക് യു മഞ്ജു ടീച്ചർ. അടുത്തതായി നമ്മുടെ സൺഡേ സ്കൂൾ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളാണ്. ഈ കലാവിരുന്നിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദൈവകൃപ നിറഞ്ഞവരെ സൃഷ്ടി കർത്താവ് നിന്നോടുകൂടി. ലൂക്ക 1-ാം വാക്യം. ഇന്ന് സെപ്റ്റംബർ 8 പരിശുദ്ധ ദൈവമാതാവിന്റെ ജനനത്തിന് ദൈവഹിതത്തിന്റെ ഭാഗമായുള്ള പദ്ധതി നിറവേറ്റാൻ സമയത്തിന്റെ പൂർണ്ണതയിൽ പരിശുദ്ധ കന്യകാമറിയം ഈ ഭൂമിയിൽ പിറന്നു. ദാവീദിന്റെ
സ്നേഹത്തിന്റെ പ്രതിരൂപമാണ് സഹനമെന്ന വ്യാഖ്യാനവും മാതാവിന്റെ ജീവിതത്തിൽ പൂർണ്ണമാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ദൈവത്തിനും മനുഷ്യനും സംപ്രീതനായി അവൻ വളർന്നു വന്നു എന്ന ബൈബിൾ വചനം ആദ്യം ദർശിക്കാൻ കഴിയുക മാതാവിന്റെ ജീവിതത്തിലാണ്. അതുകൊണ്ട് തന്നെയാകുമല്ലോ ഗബ്രിയേൽ ദൂതൻ നന്മ നിറഞ്ഞവളെ എന്ന മാതാവിനെ അഭിസംബോധന ചെയ്തത്. നമ്മൾക്കും പ്രാർത്ഥിക്കാം, നന്മ നിറഞ്ഞവളെ ഞങ്ങൾക്കും ലോകത്തിനും മേൽ കൃപയുണ്ടാകും. നന്ദി. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മരിയ, കന്യാമാതാവേ, ആവേ മരിയ, കന്യാമാതാവേ, തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ, തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. പറുദീസായായി അമ്മ ദൈവത്തിനു പാത്രാൻ, പുണ്യസമനായി അമ്മ ഈശോയ്ക്ക് വളരാൻ. പറുദീസായായി അമ്മ ദൈവത്തിനു പാത്രാൻ, പുണ്യസമനായി അമ്മ ഈശോയ്ക്ക് വളരാൻ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മരിയ, കന്യാമാതാവേ, ആവേ മരിയ, കന്യാമാതാവേ, മിഴികൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായി തെളിയും, മൊഴികൾ ഇടറുമ്പോൾ എന്നോട് സ്വരമായി തീർന്നിടും. മിഴികൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായി തെളിയും, മൊഴികൾ ഇടറുമ്പോൾ എന്നോട് സ്വരമായി തീർന്നിടും. ദുഃഖമകന്നിടുവാൻ അമ്മേ പ്രാർത്ഥിച്ചിടണമേ, പാപമകന്നിടുവാൻ അമ്മേ യാചിച്ചിടണമേ. ദുഃഖമകന്നിടുവാൻ അമ്മേ പ്രാർത്ഥിച്ചിടണമേ, പാപമകന്നിടുവാൻ അമ്മേ യാചിച്ചിടണമേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ സ്വന്തം അമ്മ നീ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ സ്വന്തം അമ്മ നീ. ദൈവത്തിന്റെ സ്തുതി. പുതിയ നിയമത്തിൽ ദൈവം മറിയം വഴി അത്ഭുതങ്ങൾ ആരംഭിച്ചു. കാലത്തിന്റെ അവസാനം വരെ പരിശുദ്ധ അമ്മ അത് തുടരുക തന്നെ ചെയ്തു. കാരണം മാനവകുലത്തിന് ദൈവം നൽകിയ സ്നേഹ സമ്മാനമാണ് പരിശുദ്ധ അമ്മ. ഈശോയ്ക്കും യോസേഫ് പിതാവിനും ചുറ്റും കെട്ടപ്പെട്ട ഒരു കോട്ട പോലെയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതം. ദൈവഹിതം തന്റെ ജീവിതത്തിലൂടനീളം അനുവർത്തിച്ച പരിശുദ്ധ അമ്മ ദൈവപുത്രനോട് യാചിച്ച് മനുഷ്യരായ നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ആരംഭിച്ചു. കാനായിലെ കല്യാണ വീട്ടിൽ അവരുടെ ആവശ്യം ഹൃദയപൂർവ്വം മനസ്സിലാക്കിയ പരിശുദ്ധ അമ്മ തൻ്റെ പ്രിയപുത്രനിലൂടെ അത്ഭുതം പ്രവർത്തിച്ച് സ്നേഹത്തിന്റെ മാതൃകയായി. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കായി അത്ഭുതം പ്രവർത്തിക്കുന്ന പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയാൽ ആത്മീയവും ശാരീരികവുമായ സംരക്ഷണം ക്രിസ്തു നമുക്ക് നൽകട്ടെ എന്ന ആശംസയോടെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മരിയ, കന്യാമാതാവേ, ആവേ മരിയ, കന്യാമാതാവേ, അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ
വളരാൻ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോ
ദൈവത്തിന് സ്തുതി. ഇന്ന് സെപ്റ്റംബർ 8 പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനനത്തിരുന്നാൾ. ലോക ചരിത്രത്തിൽ എല്ലാവരാലും ആദരിക്കപ്പെടുന്ന അമ്മയാണ് പരിശുദ്ധ കന്യകാമറിയം. സകല വിശുദ്ധർക്കും പ്രിയപ്പെട്ടവൾ, സകല രാജ്ഞികളുടെയും രാജ്ഞി, പരിശുദ്ധിയുടെ അലങ്കാരം. അതുകൊണ്ടാകാം രക്ഷാകര ദൗത്യത്തിനായി ദൈവപുത്രനെ അമ്മയാകാൻ ദൈവം പരിശുദ്ധ കന്യകാമറിയത്തെ തിരഞ്ഞെടുത്തത്. സഹനത്തിൻ്റെ നെരിപ്പോടിൽ എരിഞ്ഞമർന്നവളാണ് നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം. നമ്മുടെ കർത്താവായ യേശുവിന് ജന്മം നൽകിയത് ഒരു സാധാരണ പുൽക്കൂട്ടിലായിരുന്നുവെങ്കിലും മാതാവ് തളർന്നില്ല. നമ്മുടെ ജീവിതത്തിലും പ്രതിബന്ധങ്ങൾ വന്നാൽ പോലും തളരരുത് എന്ന് അമ്മ നമ്മെ പഠിപ്പിക്കുന്നു. ഈ കാലഘട്ടത്തെ വീങ്ങിക്കൊണ്ടിരിക്കുന്ന കൊറോണ വൈറസ് എന്ന മാരക സർപ്പത്തെ ചവിട്ടിത്താഴ്ത്താൻ നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ദൈവമാതൃ ദേവാലയത്തിൽ മുട്ടുകുത്തി തിരുസഭയ്ക്ക് വേണ്ടി വിശുദ്ധ ഡൊമിനിക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെട്ട് ജപമാല നൽകി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടതുപോലെ നമുക്കും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. അപ്പോൾ പരിശുദ്ധ കന്യകാമറിയം തിന്മകളുടെ ശക്തികൾക്കെതിരെ യുദ്ധം ചെയ്യുമെന്ന് തീർച്ചയാണ്. അതിനാൽ നാം തളരരുത്, തകരരുത്, താഴരുത്. പുത്തനുണർവോടെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നാമത്തിൽ വളരുക, യേശു നാമത്തിൽ മുന്നേറുക. ആവേ മരിയ. നന്ദി, നമസ്കാരം. ലോകചരിത്രത്തിൽ എല്ലാവരും ആദരിക്കപ്പെടുന്ന അമ്മയാണ് പരിശുദ്ധ കന്യകാമറിയം എന്ന് നമുക്കറിയാം. സകല വിശുദ്ധർക്കും പ്രിയപ്പെട്ടവർ, സകല രാജ്ഞികളുടെയും രാജ്ഞി, പരിശുദ്ധിയുടെ അലങ്കാരം. അതുകൊണ്ടാവാം രക്ഷാകര ദൗത്യത്തിനായി ദൈവപുത്രന്റെ അമ്മയാകാൻ നസ്രത്തിലെ ജവാക്യമിന്റെയും അന്നയുടെയും അമലരുടെ പുത്രിയെ തിരഞ്ഞെടുത്തത്. ഗബ്രിയേൽ മാലാഖ ഈ സന്തോഷവാർത്ത പറഞ്ഞപ്പോൾ പങ്കുവച്ചപ്പോൾ മറിയത്തിന് പറയാനുണ്ടായിരുന്നത് ഇത്രമാണ്: ഇതാ കർത്താവിന്റെ ദിവസം നിന്റെ വചനം പോലെ എങ്കിൽ പ്രാർത്ഥിക്കട്ടെ. തുടർന്ന് അങ്ങോട്ട് മാതാവിന്റെ അതിരങ്ങളിൽ വിടുന്നത് പ്രാർത്ഥനാ മന്ത്രങ്ങളായിരുന്നു. എൻ്റെ ആത്മാവ് കർത്താവിൽ ആനന്ദിക്കുന്നു എന്ന് തുടങ്ങുന്ന സ്വസ്ത്രഗീതം. ഗർഭാവസ്ഥയിലെ വിശ്രമത്തിന് ഇടം കൊടുക്കാതെ എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ ഇറങ്ങി തിരിച്ച പരിശുദ്ധ മറിയം എല്ലാ അമ്മമാർക്കും മാതൃകയും ആദരസേവർക്ക് ആവേശവും. സൈന്യത്തിന്റെ നെരിക്കൂട്ടിൽ എരിഞ്ഞമർന്നപ്പോൾ ലോകരക്ഷനായ യേശുനാഥന് ജന്മം നൽകാൻ നിയോഗിക്കപ്പെട്ടത് കാലത്തൊഴുത്തിലായിരുന്നു. എങ്കിലും അമ്മ തളർന്നില്ല.
ഈ ത്യാഗം നമ്മുടെ ജീവിതത്തിലും പ്രതിഫലിക്കുമ്പോൾ തളരരുത് എന്നൊരു മഹത്തായ പാഠം നമ്മെ പഠിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ഈ ജീവിതം എല്ലാ സമയത്തും നമുക്ക് മധ്യസ്ഥയും മാതൃകയും സഹായമാകുന്നു പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിലേക്ക് സംഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. കുറിച്ച് ഏതാനും ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. നമുക്കറിയാം, പരിശുദ്ധമ്മ എല്ലാ പ്രവാചകന്മാരിൽ നിന്നും വിശുദ്ധരിൽ നിന്നും വ്യത്യസ്തയാണ്. അമ്മ അതിൽ നിന്ന് വ്യത്യസ്ത ഘടകം അമ്മ ദൈവത്തിൻ്റെ മാതാവാണ് എന്നത് മാത്രമല്ല, മറ്റു പല ഘട്ടങ്ങളും അതിന് സാധ്യത നൽകുന്നുണ്ട്. ദൈവം ഒരാൾ വിളിക്കുന്നതും തിരഞ്ഞെടുക്കും രണ്ട് തരത്തിലാണ്. ഒന്ന് തനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, രണ്ട് തനിക്ക് പ്രവർത്തിക്കാൻ. ഇവിടെ നമ്മുടെ അമ്മയെ രണ്ടാമത്തെ ഗണത്തിലാണ് ഉൾപ്പെടുത്തുന്നത്. അത് ദൈവത്തിൻ്റെ കയ്യിൽ ഉപകരണമായി മാറിയാണ്. പരിശുദ്ധ അമ്മ മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിന് വേണ്ടി സ്വർഗം തിരഞ്ഞെടുത്ത ഉപകരണമാണ് അമ്മ.
ഉൽപ്പത്തി പുസ്തകത്തിൽ 3-24 തിരുവചനം ജീവന്റെ വൃക്ഷമായ സംരക്ഷണത്തിനായി ദൈവമാലായിക്ക് എഴുതിയിരിക്കുന്ന വാളുകൾക്ക് നാം കാണുന്നു. തിരുവചനത്തിലെ ആദ്യത്തെ വാൾ അതാണെങ്കിൽ പുതിയ നിയമത്തിലെ ജീവന്റെ വൃക്ഷമായ യേശുനാഥ സംരക്ഷിക്കുന്ന ആത്മവാളും പേര് ജീവിച്ചതാണ് പരിശുദ്ധ മറിയം. അതേ പഴയ നിയമത്തിൽ പരീക്ഷയുടെ സംരക്ഷണത്തിനായി മാലായിക്ക് നൽകപ്പെട്ടതാണ് വാൾ. എങ്കിൽ പുതിയ നിയമത്തിൽ 2ാം പരീക്ഷയാണ് പരിശുദ്ധ മറിയം എന്ന് നാം അറിയണം. അതുകൊണ്ടാണ് പരിശുദ്ധമ്മയെ 2ാം സ്വർഗം എന്ന് വിളിക്കുന്നത്. അതിനാൽ തന്നെ പരിശുദ്ധമ്മയുടെ മതത്തെ മാനവരാശിക്കോ കാലത്തിനോ മായ്ക്കാനാവില്ല സത്യം പങ്കുവച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നസറേത്തിൻ നാട്ടിലെ പാവനി മേരി മാതേ, യേശയ്യാവിൻ മൊഴി ഭൂമിയിൽ മാറിപ്പൂവായി. വെൺമാലാഖ നിൻ നാമം വാഴ്ത്തി, കന്യാവന ശാഖയിൽ കാലമൊരുണ്ണിപ്പൂവായി. മന്നാകയും കാക്കുവാൻ ഓമന പൈതൽ വന്നേ. മാതേ പാരിതിൻ പെറ്റമ്മ കണ്ണേയോ, ഈടാ നൊമ്പരം താണ്ടുന്നോളേ മറിയേ. ഓർത്തേ നിൻ പുകഴ് പാടുന്നേ ഞങ്ങളോ, ഓരോ വാഴ്വിനും വേരായോളേ മറിയേ. നസ്രത്തിൻ നാട്ടിലെ പാവനി മേരി മാതേ, സിയോനിൻ നാഥനു പാതയായി മാറുന്നോളേ. വെൺമാലാഖ നിൻ നാമം വാഴ്ത്തി, പുൽക്കൂട്ടിലെ താരക കണ്ണിലെ വാത്സല്യമേ. ഉൾത്താരിലെ നോവല നീക്കിടും കാരുണ്യമേ. മാർത്തേ പാരിതിൻ പെറ്റമ്മ കണ്ണേയോ, ഈടാ നൊമ്പരം താണ്ടുന്നോളേ മറിയേ. ഓർത്തേ നിൻ പുകഴ് പാടുന്നേ ഞങ്ങളോ, ഓരോ വാഴ്വിനും പേരായോളേ മറിയേ. യെരൂശലേം നടയിൽ തൂമയിൽ പൂവിടും മാതൻ ഉമ്മപ്പൂവേ, പരിമളം സകല മാനവ മാനസമാകെയും തൂവുന്നോളേ കന്യേ. മാതേ പാരിതിൻ പെറ്റമ്മ കണ്ണേയോ, ഈടാ നൊമ്പരം താണ്ടുന്നോളേ മറിയേ. ഓർത്തേ നിൻ പുകഴ് പാടുന്നേ ഞങ്ങളോ, ഓരോ വാഴ്വിനും പേരായോളേ മറിയേ. എല്ലാവരും പ്രോഗ്രാം ആസ്വദിച്ചു എന്ന് കരുതുകയാണ്. അവസാനമായി നന്ദി അർപ്പിക്കുവാനായി ജിഷ ടീച്ചറെ ക്ഷണിക്കുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഇടവക വികാരി ബഹുമാനപ്പെട്ട ബോബി അച്ച, ബഹുമാനപ്പെട്ട സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ജോളി സർ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ അധ്യാപകരെ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, വിദ്യാർത്ഥികളെ, ഏവർക്കും പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. തികച്ചും
സങ്കീർണമായ ഈ സാഹചര്യത്തിൽ തീർത്തും വ്യത്യസ്തമായ രീതിയിൽ ഇത്തരത്തിലൊരു വാർഷിക ആഘോഷം സംഘടിപ്പിക്കുക എന്നത് സൺഡേ സ്കൂൾ പ്രവർത്തകരെ സംബന്ധിച്ചും കുട്ടികളെയും മാതാപിതാക്കളെയും സംബന്ധിച്ചും ഒരു വെല്ലുവിളിയായിരുന്നു എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ. എന്നിരുന്നാലും സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണവും ഒത്തൊരുമയോടെ ഉള്ള പ്രവർത്തനവുമാണ് ഈ പ്രോഗ്രാമിന്റെ വിജയത്തിൽ നിർണായകമായത് എന്നത് പ്രത്യേകം എടുത്തു പറയുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ പ്രോഗ്രാമിന് വേദിയൊരുക്കുകയും നേതൃത്വം നൽകിക്കൊണ്ട് ആദ്യാവസാനം വരെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട ബോബി അച്ഛന് ഏറെ സ്നേഹത്തോടും നന്ദിയോടും കൂടെ സ്മരിക്കുകയാണ്. അതോടൊപ്പം എപ്പോഴും എല്ലാ കാര്യങ്ങളിലും ആവശ്യമായ നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും നൽകി കൂടെ നിന്ന ഹെഡ് മാസ്റ്റർ ജോളി സാറിനോടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ പ്രത്യേകം എടുത്തു പറയുകയും ചെയ്യുന്നു. ഈ പരിപാടിയുടെ വിജയത്തിന്റെ പുറകിൽ പ്രവർത്തിച്ച സിസ്റ്റേഴ്സും അധ്യാപകരും അവരുടെ തീക്ഷ്ണവും ആത്മാർത്ഥവും കഠിനവുമായ പ്രയത്നമാണ് ഈ പരിപാടിയുടെ വിജയം. ഈ അവസരത്തിൽ സൺഡേ സ്കൂളിന്റെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ സിസ്റ്റേഴ്സിനും അധ്യാപകർക്കും നന്ദിയും കൃതജ്ഞതയും അർപ്പിക്കുന്നു. ഇതോടൊപ്പം തന്നെ പ്രത്യേകമായി എടുത്തു പറയേണ്ട 2 പേരുകൾ കൂടിയുണ്ട്. ഓരോ പ്രോഗ്രാമും ക്യാമറയിൽ പകർത്തി കലാമൂല്യം നഷ്ടപ്പെടുത്താതെ എഡിറ്റ് ചെയ്ത അലൻ തോമസ് നല്ല നിരപ്പേൽ, അശ്വിൻ ജോസ് കണ്ണംകുളം എന്നിവരെയും പ്രത്യേകമായി എടുത്തു പറയുകയും അവരോടൊപ്പം അവരുടെ സഹപ്രവർത്തകർ KCYM അംഗങ്ങൾക്കും സൺഡേ സ്കൂളിന്റെ പേരിൽ ഹൃദ്യമായ നന്ദിയും അറിയിക്കുകയും ചെയ്യുന്നു. ഏറ്റവും ഒടുവിൽ ഓരോ പ്രോഗ്രാമിന്റെ വിജയത്തിൽ പങ്കാളികളായ വിദ്യാർത്ഥികളെയും അവരുടെ മാതാപിതാക്കളെയും ഓർമ്മിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ക്രൈസ്റ്റ്. സോദരരെ കൈകോർത്തു മുന്നേറുവിൻ, സത്യകാഹളം മുഴക്കി മുന്നേറുവിൻ. ചെമ്മഞ്ഞ കൊടി പിടിക്കും കൈകൾ, ക്രിസ്തുവിനായി പണിയെടുക്കും കൈകൾ. വയലുകളെ, വിളഞ്ഞ വയലുകളെ, വിളവെടുക്കുവാൻ ഞങ്ങൾ അണിനിരക്കുന്നു. സ്നേഹവും ത്യാഗവും നുകർന്നു ഞങ്ങളെ, സേവനത്തിൻ ദൂതരായി വരുന്നിതാ. കരകളും തിരകളും കടന്നു ഞങ്ങൾ, സുവിശേഷ ദൂതരായി വരുന്നിതാ. ഭാരതമേ നിൻ രക്ഷ, നിൻ മക്കളിൽ ആശഭുവനമേ നിൻ ശാന്തി നിൻ കൈകളിൽ. സോദരരെ കൈകോർത്തു മുന്നേറുവിൻ, സത്യകാഹളം മുഴക്കി മുൻ